ഇരുന്നേ ചേക്കുന്ന പോലെ വളരും. പെട്ടെന്ന് കൊലയ്ക്കുമോ? പെട്ടെന്ന് കൊലയ്ക്കും. 5 മാസം കൊണ്ട് വാഴ കൊലയ്ക്കും. അതാണ് ഈ കുള്ളം വാഴ എന്ന് പറയുന്നത്. കുള്ളൻ വേറെയാ. ഈ വള്ളിയൂർ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതൊരു 5 മാസം കൊണ്ട് വാഴ കൊലയ്ക്കും. അപ്പൊ ഇതിന് രാസവളം ഈ തോടിന്റെ സൈഡിൽ കൂടെ വളം ഉള്ളതുകൊണ്ട് ഞാൻ ഒറ്റ പ്രാവശ്യമേ വളം കിട്ടുള്ളൂ. 17. ഇതൊരു ഏകദേശം ഒരു 10 കിലോ ഉണ്ടല്ലേ? ഇത് മൂത്ത് കഴിയുമ്പോൾ ഒരു ആവറേജ് ഒരു 10 കിലോ നമുക്ക് കിട്ടും. ഒരു 8-10 കിലോയ്ക്ക് ഇടയ്ക്ക് കിട്ടും. 10 കിലോ 13-ൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു 10 കിലോ കിട്ടും. പിന്നെ എനിക്ക് അതിനു മുമ്പ് ഒരബദ്ധം പറ്റി. വേറൊരു വാഴക്കടയിൽ നിന്ന് ഞാനിങ്ങനെ മേട്ടുപ്പാളയം വിത്താന്നും പറഞ്ഞ് എനിക്ക് തന്നു. മേട്ടുപ്പാളയം ഞാൻ പണ്ട് വെച്ചപ്പം നേരത്തെ ഈ 5 മാസം കൊണ്ട് കൊലയ്ക്കുമായിരുന്നു. അപ്പോൾ അവരെനിക്ക് തന്ന വിത്ത് സ്വർണ്ണമുഖി എന്ന് പറഞ്ഞൊരു വിത്തായിപ്പോയി. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ മേടിച്ചിട്ട് പുള്ളിയുടെ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതുകൊണ്ട് മേട്ടുപ്പാളയാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വസിച്ച് കൊണ്ടുപോയി നട്ടു. അത് 1.5 വർഷമായിട്ടും കൊലച്ചില്ല. 1.5 വർഷം എടുത്ത് കൊലച്ച് ഇത് ആയി വരാൻ. അപ്പോൾ ആണ്ട് കിടക്കുന്ന അത് അങ്ങേ സൈഡിലുണ്ട്. അത് മുഴുവൻ ഒടിഞ്ഞു പോയി. അത് ഒടിഞ്ഞു പോകാൻ കാരണം എന്നതാ? ഒടിഞ്ഞു പോകാൻ അതിന് മാണപ്പുഴവും പിടിച്ചു. അതിൻ്റെ ഈ ഉണക്കയറ്റ് കൊണ്ട് ഒടിഞ്ഞു പോകുന്നല്ലോ. ഇപ്പം കൊലച്ചതുള്ളത്? ഇപ്പം കൊലച്ചതുള്ളൂ. അപ്പം അത് ഒരു സമയം ഒന്നിച്ച് നട്ടതാ. അപ്പൊ ഇത് അപ്പം അതിന് തൂക്കം കൂടുതലല്ലേ? സ്വർണ്ണമുഖിക്ക് തൂക്കം കൂടുതലുണ്ട്. പക്ഷെ കൊല കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു വേനലിനെ അതിജീവിക്കണം അല്ലേ? അത് 1 വർഷം കഴിയുമ്പോഴേ കൊലയ്ക്കുള്ളൂ. അപ്പൊ അത്ര സമയം എടുത്താ പുള്ളിയെ നമ്മളെ പറ്റിച്ചു. സ്വർണ്ണമുഖി തന്നു. ഇത് ആ കടയിൽ നിന്നല്ലേ വാങ്ങിച്ചേ? ഇത് വേറൊരു കടയിൽ നിന്ന്. ഇത് വള്ളിയൂരാന്നും പറഞ്ഞു തന്നു. ഇത് കറക്റ്റ് പുള്ളി പറഞ്ഞ പോലെ തന്നെ കൊലച്ചു. നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കുമ്പം നമുക്ക് വിശ്വാസമുള്ള സ്ഥലത്തു നിന്ന് മാത്രമേ എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ പറ്റിക്കും. സ്വർണ്ണമുഖി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയ സാധനമല്ല. അപ്പോൾ അത് ഏപ്രിൽ മാസത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഡിസംബറിലൊക്കെ കൊലയ്ക്കുള്ളൂ. അപ്പം പിന്നെ ആ വേനലായി കൊല മുഴുവൻ ഒടിഞ്ഞു പോയി. ഒരു ഗുണവും കിട്ടിയത്. അപ്പോൾ ഈ വള്ളിയൂർ മേട്ടുപ്പാളയൊക്കെ വെക്കുവാണെങ്കിൽ നല്ല കൊലയും കിട്ടും. ഇങ്ങനെയുള്ള ചതിവ് പറ്റാണ്ട് നോക്കിയാൽ മതി.